ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടുള്ള വേദഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് യഹൂദയിലുള്ള രാജാക്കന്മാരുടെ പേര് പറഞ്ഞാണ്. യോശിയാവ് മുതൽ സിദക്കിയാവ് വരെയുള്ളതായിരിക്കുന്ന രാജാക്കന്മാരുടെ പേര് പറഞ്ഞ് യിരെമ്യാവ് ചെന്നെത്തുന്നത് വളരെ നിരാശാജനകമായിരിക്കുന്ന തകർച്ചയുടെ വക്കിലേക്ക് പോകുവാനായിട്ട് തയ്യാറെടുക്കുന്ന യഹൂദ ജനത്തിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി എന്നുള്ള സമാധാനത്തിൻ്റെ ഒരു സന്ദേശവുമായിട്ടാണ് ആരംഭിക്കുന്നത്. യോശിയാവ് യഹൂദയിലെ മഹാനായിരിക്കുന്ന രാജാവായിരുന്നു. സിദക്കിയാവിൻ്റെ സമയത്ത് ബാബിലോണിയർ യഹൂദ ദേശത്തെ ആക്രമിച്ച് അവിടെയുള്ളതായിരിക്കുന്ന ആ നഗരം, ആ രാജ്യം, ദാവീദിൻ്റെ രാജ്യത്വം, ആ ദേശത്തെ ഒന്നാകെ തകർത്തെറിഞ്ഞുകൊണ്ട്, ദേവാലയത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ജനത്തെ ഒന്നാകെ നിരാശയിലേക്ക് തള്ളിവിടുന്നതായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട് എന്നുള്ള സന്ദേശം പ്രവാചകൻ നൽകുന്നു. നമ്മുടെ പശ്ചാത്തലത്തിലും വളരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പറ്റിയതായിരിക്കുന്ന സന്ദേശം അതിലടങ്ങിയിട്ടുണ്ട്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഖയോസ്, in the midst of despair, in the midst of our pain and agony, the God's revelation, it is there. ദൈവത്തിൻ്റെ വെളിപാടിന് നമ്മുടെ പശ്ചാത്തലവുമായിട്ട് ഒരു ബന്ധവുമില്ല. മറിച്ച് അത് ദുഃഖത്തിൻ്റേതായിക്കൊള്ളട്ടെ, സന്തോഷത്തിൻ്റേതായിക്കൊള്ളട്ടെ, ദൈവം നമുക്ക് വെളിപാടുകളെ തരുവാൻ എപ്പോഴും കഴിവുള്ളവനാണ് എന്നുള്ള സന്ദേശം ആ ഭാഗങ്ങളിലൂടെ നമ്മളോട് വ്യക്തമാക്കുന്നു. പിന്നീട് പറയുന്നത് യിരെമ്യാവിൻ്റെ വിളിയെക്കുറിച്ചുള്ളതായിരിക്കുന്ന വാക്കുകളാകുന്നു. യിരെമ്യാവിൻ്റെ വിളി, ദർ ഇസ് എ കണ്ടിന്യൂസ് എക്സ്പാൻഷൻ ഓഫ് അവർ ഐഡൻറ്റിറ്റി എന്നുള്ളതായിരിക്കുന്ന ചിന്തയിൽ കൊണ്ടുചെന്ന് എത്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കഴിവില്ലാത്തവനെന്ന് സ്വയം കരുതിയതായിരിക്കുന്ന പ്രവാചകനെ ജാതികൾക്ക് പ്രവാചകനായി എടുത്തുയർത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ആ വാക്യങ്ങളിൽ കാണാം. നമ്മുടെ വ്യക്തിത്വം അതൊന്നുമില്ല എന്ന് നമ്മൾ കരുതുമ്പോഴും നമ്മളെ അവിടെ നിന്ന് എടുത്തുയർത്തുവാനായിട്ട്, നമ്മുടെ വ്യക്തിത്വത്തിന് ചാരത്തിൽ നിന്ന് ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാനായിട്ട് കഴിവുള്ളവനായ ഒരു ദൈവമുണ്ട് എന്നുള്ള വലിയ സന്ദേശം ആ ഭാഗം നമ്മളോട് പറയുന്നു. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൊളിപ്പാനും ഇടിപ്പാനും പണിയുവാനുമായിട്ടുള്ള ദൗത്യം പ്രവാചകനെ ഏൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിലും നമ്മുടെ ശുശ്രൂഷയിലും നമ്മുടെ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിലും ചിലതൊക്കെ പൊളിപ്പാനായിട്ടും ചിലതൊക്കെ ഇടിപ്പാനായിട്ടും ഉള്ളതായിരിക്കുന്ന സമയങ്ങളുണ്ട്. എന്നാൽ പൊളിപ്പാനും ഇടിപ്പാനും മാത്രമായിട്ടല്ല, അത് പണിയുവാനായിട്ടും പ്രത്യാശാനിർഭരമായി ജനങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷ്യത്തിൻ്റെ അനുഭവത്തെ പകർന്നു കൊടുക്കുവാനുമായിട്ടാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നതെന്നുള്ള വലിയ സന്ദേശം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങളിലൂടെ നമ്മളോട് പറയുന്നു. ചാരത്തിൽ നിന്ന് ഉയർപ്പിൻ്റെ സന്തോഷം അത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാകുന്നു. നമ്മളെ നിരാശയുടെ വഴിയിൽ വിട്ടുകളയുന്നവനല്ല ദൈവം. നിരാശയിൽ നിന്ന് ശിഷ്യത്വത്തിൻ്റെതായിരിക്കുന്ന അനുഭവത്തിലേക്കും അനേകരുടെ ആത്മീക ഭൗതികമായിട്ടുള്ള അനുഭവങ്ങളുടെ പണിയുന്നതിനും വേണ്ടിയാകുന്നു എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ആ ബോധ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ആ ബോധ്യത്തിലൂടെ
പ്രത്യാശയിലൂടെ നടന്ന് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം. അതിന് ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.